നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് വേറൊരു Q&A സെഷനാണ്. എന്നാൽ ഇത് ലൈവിലല്ല ഞാൻ ചെയ്യുവാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ ഞാൻ ഉത്തരം പറയുവാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഈ കമൻറ്റ് സെക്ഷനിൻ്റെയൊക്കെ താഴെ ഉണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾ. അപ്പോൾ അവയ്ക്കൊന്നും പലതിനും എനിക്ക് ഉത്തരം തരാൻ പറ്റിയില്ല. കാരണം ഒരുപാട് സമയമായിപ്പോയി. കഴിഞ്ഞ സെഷൻ നമുക്ക് ഒരുപാട് അങ്ങ് നീണ്ടതായിപ്പോയി. അപ്പോൾ അത് കാരണം അതിനൊക്കെ ഒന്ന് ഉത്തരം തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാകും. ഞാനിപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് എത്തിയതേ ഉള്ളൂ. അതിനാൽ തന്നെ ഒരുപാട് നേരമൊന്നും എനിക്ക് ഈ Q&A ചെയ്യുവാൻ സമയമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാറ്റി വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുള്ള ഉത്തരം മാത്രം ഞാനിപ്പോൾ തരാം. ഇൻസിയ സമീർ ചോദിക്കുന്നു, മാം ലാപ്രോസ്കോപ്പി വീഡിയോ ഇടാമോ? മാം പ്ലീസ്. ലാപ്രോസ്കോപ്പി ഞാൻ ചെയ്യുന്നില്ല. ലാപ്രോസ്കോപ്പിയൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ വർഷങ്ങളായി ഞാൻ ലാപ്രോസ്കോപ്പിക് സർജറി ഒന്നും ചെയ്യാറില്ല. അതിൻ്റെ തിയറി വശങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ മോൾ എന്താ ഉദ്ദേശിച്ചത്? ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ടേമാണ് അല്ലേ? ലാപ്രോസ്കോപ്പി ഏത് അസുഖത്തിന് എങ്ങനെ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്താ, അതിൻ്റെ ഗുണങ്ങൾ എന്താ, ദോഷങ്ങൾ എന്താ, അതാണോ മോൾ ഉദ്ദേശിച്ചത്? ഇല്ല ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയ്ക്കാണോ? എന്തായാലും ലാപ്രോസ്കോപ്പിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു നല്ല സുഹൃത്തുക്കൾ, ഈ ലാപ്രോസ്കോപ്പിക് സർജൻസ് ഒരുപാടുണ്ടല്ലോ, അവരുമായിട്ട് എപ്പോഴെങ്കിലും ഒരു അഭിമുഖം ഏർപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. പ്രത്യേകിച്ചും നമ്മുടെ PCOS, എൻഡോമെട്രിയോസിസ്, ഇതുപോലെ ഒവേറിയൻ സിസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ലാപ്രോസ്കോപ്പി ഏത് രീതിയിലാണ് ഗുണം ചെയ്യുക, എപ്പോഴാണ് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ചെല്ലാം ഞാനൊരു അഭിമുഖം ഏർപ്പാടാക്കാൻ നോക്കട്ടെ. എനിക്ക് കുറച്ച് സമയം വേണം. ഉടനെ തന്നെ ഒന്നും ചിലപ്പോൾ പറ്റിയത് വരില്ല കേട്ടോ. പക്ഷേ എന്തായാലും ഞാനത് കുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. പിന്നെ ഷൈമ ഷാജി, മാം എനിക്ക് PCOD ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല ഫൈബ്രോയിഡ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഹസ്ബൻഡ് പുറത്താണ്, മെഡിസിൻ കഴിച്ച് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ മെറ്റ്ഫോമിൻ ആൻഡ് ഫോളിക് ആസിഡ് കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി. എന്നാൽ ഈ മാസം സ്കാൻ ചെയ്തപ്പോൾ ഓവുലേഷനായി, ഫോളിക്കിൾസ് വലിപ്പം വെച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ വീണ്ടും പീരിയഡ്സായി വളരെ വിഷമത്തിലാണ്. ഇത് അവസാനത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. കാരണം ഇതിൻ്റെ ഉത്തരം ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓവുലേഷനായി, ഓവുലേഷൻ നടക്കുവാൻ ഇഞ്ചക്ഷൻ വെച്ചു, അത് കാരണം മാത്രം നമ്മൾ പ്രഗ്നൻ്റ് ആവുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക? ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ? അതുപോലെ ഹസ്ബൻഡ് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് 1 മാസമായതേ ഉള്ളൂ. ഇന്നലത്തെ സെഷനിൽ ഞാൻ ആ Q&A ഇതിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ സ്പേം കൗണ്ടൊക്കെ കൂടുവാൻ വേണ്ടി മരുന്ന് കഴിച്ചാൽ ചുരുങ്ങിയതൊരു 3 മാസമെങ്കിലും കഴിക്കണമെന്ന് അല്ലേ? ഇപ്പോൾ 1 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ എങ്ങനെയാണ് പറ്റുക അല്ലേ മോളെ? പിന്നെ മുഹ്സീന, ഹേയ് മാം, എനിക്ക് PCOD ഉണ്ട്, മെൻസസ് ആയി, 10ാമത്തെ ദിവസം സ്കാനിങ്ങിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 7 ഡേ ആയപ്പോൾ ബ്ലീഡിങ് നിന്നു. അപ്പോൾ സ്കാനിങ്ങിന് മുമ്പ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുവാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? സ്കാനിങ്ങിന് മുമ്പ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാം. എന്നാൽ പ്രഗ്നൻസി ആവുന്നത് ആ ഓവുലേഷൻ നടക്കുന്നതിനോട് അടുപ്പിച്ചല്ലേ ആവുള്ളൂ അല്ലേ? ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലേ ഗർഭം ധരിക്കുള്ളൂ അല്ലേ? ഇപ്പോൾ മോളെ 7ാമത്തെ ദിവസം മോളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ഒന്നും അപ്പോൾ ആവില്ലല്ലോ. ട്രൈ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനുശേഷം 10ാമത്തെ ദിവസം മുതൽ അങ്ങോട്ട് നമ്മൾ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുമല്ലോ, 1-2 ദിവസങ്ങളിലോ ഇല്ല ഈ അണ്ടം പൊട്ടാറാവുമ്പോൾ അപ്പോൾ ബന്ധപ്പെടാൻ പറയുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഷാമിന ഹിജാസ്, മാം എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 3 മന്തായി, ഹസ്ബൻഡ് നാട്ടിൽ വരുന്നുണ്ട്, ഇതുവരെ മെൻസസ് സ്റ്റാർട്ടായിട്ടില്ല, പ്രഗ്നൻസി ഒഴിവാക്കാൻ ഉള്ള പ്രിക്കോഷൻ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? ഓക്കെ, ഹസ്ബൻഡ് എത്ര ദിവസമാണ് നാട്ടിലുണ്ടാവുക? 1-2 മാസം മാത്രമാണെങ്കിൽ നമ്മൾ കോണ്ടംസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 3 മാസമേ ഉള്ളൂ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോർമോണൽ ഗുളികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാലിൻ്റെ ഈ ക്വാണ്ടിറ്റിയൊക്കെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കപ്പെടാൻ ഇടയുണ്ട് കേട്ടോ. കുറച്ചധികം നാൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടാകുന്നുണ്ടെങ്കിൽ കോപ്പർട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടല്ലോ. എന്തായാലും കോണ്ടംസ് ഉപയോഗിക്കുക. ജസ്ന സഞ്ജയ്, മാം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒഴിവാക്കേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഞാൻ പിന്നെ അത് വീഡിയോ രൂപത്തിലിടാൻ മോളെ. അത് ഒറ്റ വാക്കിൽ എനിക്ക് പറയുവാൻ പറ്റില്ല. ഈ Q&A സെഷനിൽ ഞാനത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു 5-10 മിനിറ്റ് എടുക്കും. എന്തായാലും ഞാൻ കഴിയുന്നതും പെട്ടെന്ന് അതിൻ്റെ വീഡിയോ ഇടാം. സിൻസി രാജ്, മാം ഞാൻ പ്രഗ്നൻസി പീരീഡിൽ തൈറോയിഡ്നോം ടാബ്ലറ്റ് എടുത്തിരുന്നു. ആഫ്റ്റർ ഡെലിവറി അത് കണ്ടിന്യൂ ചെയ്യണോ? അതെനിക്ക് അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് പറയാൻ പറ്റില്ല. അത് മോൾ ഡോക്ടറോട് ചോദിക്കണം. തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയും അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 3 മാസം 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ ഹൈപ്പോതൈറോയിഡിസം തലപൊക്കി വരാമെന്ന്. അപ്പോൾ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു ലൈവ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി നോക്കുക കേട്ടോ. കാർത്തിക രാംരാജ്, ഐ എം കാർത്തിക ഡോക്ടർ. എനിക്ക് PCOD ഉണ്ട്, 1 ഇയർ ആയി.
1 ഇയർ കൊണ്ട് 58 kg നിന്നും 68 kg ആയി, അതായത് 10 കിലോ കൂടിയിട്ടുണ്ട്. ടാബ്ലറ്റ് 3 months എടുത്തിരുന്നു. ബട്ട് പീരിയഡ്സ് ഇറഗുലർ. ഐ എം മാരീഡ്. 6 മാസമായി. 2 പ്രാവശ്യമേ പീരിയഡ്സ് ആയുള്ളൂ. മോളെ ഇതിനെക്കുറിച്ചൊക്കെ മോളി പറയുന്നുണ്ട്. ഗ്ലൈക്കോമെറ്റ് കഴിച്ചിട്ടുണ്ട്, വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോളാണ്. ബട്ട് ഓപ്പോസിറ്റ് റിസൾട്ട്സ്. ഇപ്പോൾ ഫുഡ് കൺട്രോൾ ആവുന്നു, എന്നാലും ഓപ്പോസിറ്റ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പെശകുണ്ട്. മോള് ഫുഡ് എടുക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടാകും. നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മെറ്റബോളിസം സ്ലോ ആയിരിക്കാം. അതിന് എക്സസൈസും കൂടി ചെയ്യണം. ഏത് തരത്തിലുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്യണത് അതറിയില്ല. കൂട്ടത്തിൽ ഈ തൈറോയിഡിൻ്റെ വല്ല പ്രശ്നമുണ്ടോ അതും വല്ലതും നോക്കേണ്ടി വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മോളെ. പിന്നെ ഹൗ ക്യാൻ ഐ റെഡ്യൂസ് മൈ വെയിറ്റ് ആൻഡ് ഹൗ ക്യാൻ ഐ ബിക്കം പ്രഗ്നൻറ്റ്. ആദ്യം മോള് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം പ്രഗ്നൻസിയെക്കുറിച്ച് ആലോചിക്കുക. ഈ PCOSൻ്റെ ആ ഹോർമോൺ അപാകതകളൊക്കെ നിയന്ത്രിച്ച ശേഷം മാത്രം പ്രഗ്നൻ്റ് ആകുവാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് പ്രാവശ്യം പറയുന്നതാണ്. വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഒരേ ഉത്തരം ഇനി ഞാൻ പറയില്ല കേട്ടോ കുഞ്ഞുങ്ങളെ. ഫിറോസ് വല്യാടത്ത്, ഇറഗുലർ പീരീഡിൽ ഓവുലേഷൻ നടക്കില്ല. എത്ര ഇറഗുലർ എന്നനുസരിച്ചിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ഇറഗുലർ ആയാൽ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഇറഗുലർ, ഒരിക്കൽ 35 ദിവസം, ഒരിക്കൽ 50 ദിവസം, ഒരിക്കൽ 70 ദിവസം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഓവുലേഷൻ നടക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നടക്കുക ഇല്ല നമുക്ക് പറയാനൊന്നും പറ്റില്ല. നന്ദു എടമന, ഒരു ഹെൽപ്പ് ഫസ്റ്റ് മൂവ് എങ്ങനെ വേണം ചെയ്യാൻ? എനിക്കത് ക്വസ്റ്റ്യനേ മനസ്സിലായില്ല. മോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായതേ ഇല്ല. സിജി വർഗീസ്, മാം എനിക്ക് 28 വയസ്സുണ്ട്. 4 years ഓൾഡായ ഒരു ബേബി ഗേൾ ഉണ്ട്. പക്ഷേ ഇറഗുലർ പീരിയഡ്സ് ആണ്. ലാസ്റ്റ് ഇയർ ഉള്ളി 4 പ്രാവശ്യം പീരിയഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. ബോഡി വെയ്റ്റ് 68 kg, ഹൈറ്റ് 153 centimeter. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ PCOD ഉണ്ട്, അത്ര ബിഗ് അല്ല. റെഗുലർ പീരിയഡ്സിന് എന്ത് ചെയ്യണം? ഇത് എത്ര പ്രാവശ്യം ആൻസർ ചെയ്തിട്ടുള്ള മോളെ? ഡയറ്റ്, എക്സസൈസ്, ആവശ്യമുണ്ടെങ്കിൽ വിറ്റമിൻസ്, മിനറൽസ്, ബാക്കി ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ആവശ്യമുള്ള മരുന്നുകളും കഴിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പിന്നെ ബിൻസിയ ഷമീർ, മാം കീ ഹോൾ കഴിഞ്ഞു, നെക്സ്റ്റ് മന്ത് പ്രഗ്നൻറ്റുമായി, മിസ്ഡ് അബോർഷനായി മാം. 7 വർഷം കഴിഞ്ഞ് ഒന്ന് കൺസീവ് ആയതായിരുന്നു. ടോട്ടലി സാഡ് ആണ് മാം. ഇനി വേഗം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? നല്ല വിഷമത്തോടെയാണ് മാം ഈ മെസ്സേജ്. പ്ലീസ് നല്ലൊരു റിപ്ലൈ. സ്കാൻ ചെയ്തപ്പോൾ PCOD ഇല്ലെന്നാണ് പറഞ്ഞത്. മിസ്ഡ് അബോർഷൻ ആയി. ഗുളിക വയ്ക്കുകയാണ് ചെയ്തത്. സ്ലൈറ്റ്ലി ബൾക്കി യൂട്രസ് എന്നായിരുന്നു അവസാന സ്കാനിങ്ങിൽ. സ്പോട്ടിങ്ങും ഉണ്ട്. ഏതായിരിക്കും ഈ സ്പോട്ടിങ്? സാധാരണ ഒരു 23 ദിവസം ടാബ്ലറ്റ് എടുത്താൽ ഇത് മാറാറുണ്ട്. ആ ടാബ്ലറ്റ് എടുക്കണോ അതോ DNC ചെയ്യണോ? മോളെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ അബോർഷനായി പോയത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മോളെ എപ്പോഴും ഓർക്കുക, നല്ലതല്ലാത്ത ഗർഭം ആണെങ്കിൽ അത് പ്രകൃതിയുടെ നിയമമാണ്. അത് അലസിപ്പിച്ച് കളയുക എന്നത്. അപ്പോൾ PCOS ഉള്ളപ്പോൾ ഈ ഗുണമേന്മയില്ലാത്ത അണ്ടം ചിലപ്പോൾ ഉണ്ടാവാമല്ലോ. നമ്മളുടെ ഈ ഹോർമോൺസൊക്കെ നിയന്ത്രണത്തിലല്ലാതെ പ്രഗ്നൻ്റ് ആയാൽ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സംഭവിച്ചതാവാം. നമുക്ക് പറയുവാൻ പറ്റില്ല. അപ്പോൾ ഈ ഗുളിക വെച്ച് ഇതാക്കണോ DNC ചെയ്യണോ എന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് മോളെ പറയുവാൻ പറ്റുക? അത് ഡോക്ടർ കണ്ടതിന് ശേഷമല്ലേ പറയാൻ പറ്റുമല്ലേ? ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ പോയി. ഡോക്ടർ കണ്ടതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെ എനിക്കങ്ങനെ ഉത്തരം പറയാൻ പറ്റുക? മോൾ ഡോക്ടറോട് തന്നെ ചോദിക്കുക എന്താ വേണ്ടതെന്ന്. ഇപ്പോൾ ഡോക്ടർക്കല്ലേ മോളെ പരിശോധിച്ച് ഡോക്ടർക്കല്ലേ അവസ്ഥ അറിയുള്ളൂ അല്ലേ? അതിനനുസരിച്ചിട്ട് ചെയ്യുക. എന്തിനും വിഷമിക്കാനൊന്നുമില്ല. ഇനിയും ആ ഒരു PCOS ഒക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുക. വെയിറ്റൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. ഹോർമോൺ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കുക. നിമ്മി ലിബു, ഹായ് ഡോക്ടർ, എനിക്ക് PCOD ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, പിന്നെ റൈറ്റ് ഓവറി സിമ്പിൾ സിസ്റ്റ് 5 × 3.4 centimeters. ഇതൊക്കെ കാരണം ഓവുലേഷൻ നടക്കുന്നില്ല. PCODയും തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കുവാനുള്ള സാധ്യത ചിലപ്പോൾ കുറയാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സിമ്പിൾ സിസ്റ്റ് കാരണം ഈ ഓവുലേഷൻ നടക്കാതിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. മറ്റേ രണ്ടായിരിക്കും ഓവുലേഷൻ നടക്കാതിരിക്കാനുള്ള കാരണം. സിമ്പിൾ സിസ്റ്റിനുള്ള ട്രീറ്റ്മെൻറ്റ് മോളുടെ ഡോക്ടർ എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞു തരും. ഡിൽസ് ശരിക്കും കറക്റ്റായി മനസ്സിലായി മാം. ഹാറ്റ്സ് ഓഫ് ടു യു. മാഷാ അല്ലാ മാം. കോണ്ടാക്റ്റിന് ശേഷം ഈ പറഞ്ഞ പോലെ ഗർഭം പിടിക്കുവാൻ നമ്മൾ റെസ്റ്റ് എടുക്കണോ? അപ്പോൾ കോണ്ടാക്റ്റിന് ശേഷം റെസ്റ്റ് എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. കാരണം ഈ ബന്ധപ്പെട്ട ശേഷം ഈ ശുക്ലം യോനിയിൽ നിക്ഷേപിച്ച ശേഷം പലപ്പോഴും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മിക്കതും പുറത്തേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും ആവലാതിയാണ്. എന്നാൽ അതങ്ങനെ തന്നെയാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കിടക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഈ IOI ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് അതേ പൊസിഷനിൽ കിടത്തിയിട്ടേ നമ്മൾ എണീറ്റ് വരാൻ പറയാറുള്ളൂ. അപ്പോൾ കിടക്കുന്നതും കിടക്കാത്തതൊക്കെ അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടം. കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എത്രത്തോളമൊക്കെ ഗുണമുണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. കിടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
നുസ്രാത്ത് അബ്ദുള്ള, പീരിയഡ്സ് ഉണ്ടാകുന്ന പോലെ സ്ട്രോങ് പെയിൻ ഉണ്ട് ബട്ട് നോ പീരിയഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതെങ്ങനെ പറയാൻ പറ്റുമോ മോളെ? അത് ഡോക്ടറെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇങ്ങനെ ജസ്റ്റ് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല. ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പീരിയഡ്സ് വരുമായിരിക്കും. വെയിറ്റ് ചെയ്യൂ. തീരെ വേദന കുറവില്ലെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണിക്കും. ഹാർട്ട് ഓഫ് എ ഹബീബ്, ഞാൻ 22 വയസ്സുള്ളൊരു സ്റ്റുഡൻ്റാണ്. എനിക്ക് ലെഫ്റ്റ് ഓവറിയൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. ഇപ്പോൾ റൈറ്റ് ഓവറിയലും സിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന മെൻസ്ട്രൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഒന്നും എനിക്കില്ല, എല്ലാം റെഗുലറാണ്. ഇടയ്ക്ക് റൈറ്റ് ഓവറിയിൽ പെയിൻ വരും, ഡാൻഡ്രഫ് ഉണ്ട്. ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ടൈപ്സ് ഒന്നും പറഞ്ഞു തരാനുള്ള താല്പര്യം ആർക്കുമില്ല. ഹിർസ്യൂട്ടിസം ഒന്നുമില്ല. അറൗണ്ട് 60 kg വെയിറ്റ് ഉണ്ട്. ആദ്യത്തേതിന് പെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഏത് തരം PCOD ആണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഇനി ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടത്? യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് പോലും നേരിട്ട് കാണുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു തരാറില്ല. നമ്മൾ നേരിട്ട് കാണുന്ന ഡോക്ടേഴ്സിന് ഇതെല്ലാം വിശദമായി ഓരോ പേഷ്യൻറ്റും 1 മണിക്കൂർ പറയുവാൻ എങ്ങനെയാണ് സമയം കിട്ടുക? എനിക്കും നേരിട്ട് വരുന്ന പേഷ്യൻറ്റിനോട് ഇത്രയൊന്നും സംസാരിക്കാൻ സമയം കിട്ടാറില്ല. ഒരു പേഷ്യൻറ്റിനോടും 1 മണിക്കൂർ സംസാരിച്ചിരുന്നാൽ ഒരു ദിവസം നമുക്ക് എത്ര പേഷ്യൻസിനെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ ഓരോ കാര്യവും വിശദമായി പറഞ്ഞു തരണം നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല, അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓവറി എന്ത് ടൈപ്പ് സിസ്റ്റാണ് മോൾക്ക്? ലെഫ്റ്റ് ഓവറിയൻ സിസ്റ്റ്, റൈറ്റ് ഓവറിയൻ സിസ്റ്റ് എന്ന് പറയണു. ഏത് ടൈപ്പ് സിസ്റ്റാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പെയിൻ ഉണ്ടാവുന്നത്, ഇടയ്ക്കിടയ്ക്ക് പെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ ചെന്ന് കാണിക്കണം. ഏത് ടൈപ്പ് സിസ്റ്റാണ്, എത്ര വലിപ്പം, ഇതിനനുസരിച്ചിട്ടാണ് ചികിത്സ തീരുമാനിക്കുന്നത്. വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? മോളുടെ ജീവിതശൈലി, മോളുടെ ഭക്ഷണ രീതി എല്ലാം അറിയേണ്ടിയിരിക്കുന്നു. മോളൊരു കാര്യം ചെയ്യൂ, ഒരു 20-ാം തീയതിക്ക് ശേഷം ഈ ഓൺലൈൻ കൺസൾട്ടേഷനുള്ള സൗകര്യം ഞാൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ ആവാം. എവിടെയാണ് മോൾക്ക് പെശക് പറ്റുന്നത്, എവിടെയാണ് മോൾ ശരിയായി ചെയ്യാത്തത്, അതൊക്കെ ഒന്ന് ആദ്യം കണ്ടുപിടിക്കാം. അതിന് ശേഷം വേണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിക്കാൻ. അല്ലാണ്ട് നിരാശപ്പെടരുത്. ഡിപ്രസ്ഡായിട്ട് എത്ര ചെയ്താലും ഞാൻ വെയിറ്റ് കുറയില്ല, ഇനി ഞാൻ എന്തോ ചെയ്യാം, ഇങ്ങനെയോ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചു വാരി കഴിക്കുകയോ കൂടുതൽ വിഷമിക്കുകയോ ചെയ്യരുത് കേട്ടോ. അപർണ, മാം, മാരേജ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആകുന്നില്ല. ഹൈപ്പോതൈറോയ്ഡ് ഉണ്ടായിരുന്നു. 1 ഇയർ ഗുളിക കഴിച്ചു, ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ എൻഡോമെട്രിയോസിസ്, ചോക്ലേറ്റ് സിസ്റ്റ് കണ്ടുപിടിച്ചു. ലാപ്രോസ്കോപ്പി ചെയ്തു 3 മാസം കഴിഞ്ഞു. ലാപ്രോസ്കോപ്പി സക്സസ് ആകുമോ? നാച്ചുറൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്? അതെനിക്ക് പറയാൻ പറ്റില്ല മോളെ. ലാപ്രോസ്കോപ്പി സാധാരണ എൻഡോമെട്രിയോസിസ് സിസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്കെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തോളൂ. നാച്ചുറലായിട്ടാകുമോ ഇല്ല വേറെ ഏതെങ്കിലും രീതിയിൽ വേണ്ടി വരുമോ ഒന്നും എനിക്കെങ്ങനെ പറയാൻ പറ്റുക കാണാതെ അല്ലേ? അത് ഡോക്ടറോട് ചോദിക്കൂ കേട്ടോ. ഡോക്ടർക്കല്ലേ മോളുടെ കേസ് ഹിസ്റ്ററി അറിയാവുള്ളൂ. എന്നാലും കഴിയുന്നതും പെട്ടെന്ന് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. രേഷ്മ ഡേവിസ്, മാം, എനിക്ക് ഒരു മിസ്കാരേജ് ആയതാ. ടോർച്ച് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഇപ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നേ. ടോർച്ച് ടെസ്റ്റ് പോസിറ്റീവിന് ഉള്ളത് സീരിയസ് ആയ പ്രോബ്ലം ആണോ? ഇതിനെപ്പറ്റി പറഞ്ഞു തരുമോ? നമ്മൾ ടോർച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പം ഒരൊറ്റ ഇൻഫെക്ഷന് വേണ്ടിയിട്ടല്ല, ഇതെല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ്. ടോർച്ച് എന്ന് പറയുമ്പം ടോക്സോപ്ലാസ്മോസിസ്, TO എന്ന് പറയുമ്പം ടോക്സോപ്ലാസ്മോസിസ്, R എന്ന് പറയുന്നത് റുബെല്ല, C എന്ന് പറയുന്നത് സൈറ്റോമെഗാലോ വൈറസ്, H എന്ന് പറയുന്നത് ഹെർപ്പീസ് സിംപ്ലെക്സ്. ഈ 4 തരത്തിലുള്ള അണുക്കൾ മൂലമുള്ള ഇൻഫെക്ഷനെയാണ് ഈ ടോർച്ച് എന്ന് വിളിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് റെക്കറൻ്റായിട്ട് പറഞ്ഞാൽ വീണ്ടും തുടർച്ചയായി അബോർഷൻ വരുന്ന കേസുകൾക്കാണ് നമ്മളിത് ചെയ്തു നോക്കുന്നത്. ഇപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ ടോക്സോപ്ലാസ്മോസിസോ അല്ലെങ്കിൽ ഹെർപ്പസ് സിംപ്ലെക്സോ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മരുന്നുകളുണ്ട്. എന്നാൽ സൈറ്റോമെഗാലോ വൈറസ്, റുബെല്ല ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മരുന്നൊന്നുമില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടേ നമുക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ ഡോക്ടർ പറയുന്നത്ര കാലയളവ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്താൽ മതി. ജുസീന മോൾ, മാം, എനിക്ക് അബോർഷൻ കഴിഞ്ഞതിന് ശേഷം അടിവയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. എപ്പോഴും അവിടെ എന്തോ ഉള്ളത് പോലെയാണ്. എന്തുകൊണ്ടാണ് അത്? അബോർഷൻ കഴിഞ്ഞ് 5 മാസമായി. എനിക്ക് തോന്നുന്നില്ല അബോർഷൻ കഴിഞ്ഞ കാരണം അബോർഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വേദനയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്തിനും മോൾക്ക് എപ്പോഴും ഭാരം തോന്നുന്നെങ്കിൽ ദയവായി ഒന്ന് ഡോക്ടറെ ചെന്ന് കാണിക്കുക, പരിശോധിപ്പിക്കുക, വേണമെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കാം. അതിനുശേഷം ഡോക്ടർ പറയട്ടെ കേട്ടോ. അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് പറയുവാൻ പറ്റുക? അൻസിവ അസിഫ്, ഡോക്ടർ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്നും മാലാ കെയർ, മാലാഡി പോലെയുള്ള ടാബ്ലറ്റ്സ് തരുന്നുണ്ടല്ലോ, അവ സേഫ് ആണ് എന്നാണ് തരുന്നത്. പക്ഷേ അത് ഭാവിയിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുമോ? ലൈക്ക് തടി കൂടും, ഹോർമോണൽ ഇംബാലൻസ് പോലെയുള്ള.
ഈ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്സും, അതായത് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, OC പിൽ, ഈ മാലാഡി ആയാലും മാല എൻ ആയാലും അതേപോലെ നോവിലോൺ, ഫെമിലോൺ, ട്രൈക്കിലോൺ, ഇങ്ങനത്തെ എല്ലാ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്സിനും കുറച്ച് തടി കൂടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. വേറെയും കുറച്ച് അല്ലറ ചില്ലറ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതൊന്നും പക്ഷെ അത്ര കാര്യപ്പെട്ടതല്ല. നമുക്ക് വേണ്ടാത്തൊരു ഗർഭം ആവുന്നതിലും എത്രയോ നല്ലതാണ് ആ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ മാലാടി കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ല ഗുളിക തന്നെയാണ്. ഗർഭനിരോധനം നമ്മൾക്ക് വളരെ ആവശ്യമാണ്. കാരണം സ്വസ്ഥമായി നമ്മൾ ഈ 2 കുട്ടികൾ തമ്മിലുള്ള ആ സ്പേസിങ്ങിനൊക്കെ വളരെ അത്യാവശ്യമാണ് ഏതെങ്കിലും ഒരു ഗർഭനിരോധന മാർഗ്ഗം സ്വീകരിക്കുക എന്നത്. ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നുള്ളൂ. ബാക്കി വീഡിയോസ്, കോണ്ടംസ്, അതേമാതിരി OC പിൽസ്, അതേമാതിരി കോപ്പർ ടീ, ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോസ് ഞാൻ വഴിയിടാം. സാഫു മാം, എനിക്ക് PCOD ഉണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ റിപ്പോർട്ട് യൂട്രസ് മെഷേഴ്സ് 8x5x4 സെൻറ്റിമീറ്റേഴ്സ്, എൻഡോമെട്രിയം മിഡ്ലൈൻ 7 മില്ലിമീറ്റേഴ്സ്, ഓവറി 2 കുഴപ്പമില്ല. ഇത് കുഴപ്പമുണ്ടോ? ജൂബിലി മെഷീൻ തൃശ്ശൂരിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞു. 7 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. സെറീന ഗിൽവാസ് ഡോക്ടറെയാണ് കാണിക്കുന്നത്. മോളെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഡോക്ടർ സെറീന ഗിൽവാസ് മാഡം വന്ന് നമ്മൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ്. മാഡത്തിനുമാതിരി ഇത്ര നല്ല വിവരമുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ചിലപ്പോൾ തൃശ്ശൂരിലുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അത്രയും നല്ല മാഡമാണ്. അപ്പോൾ മാഡത്തിൻ്റെ കീഴിൽ മോൾ എന്തായാലും സുരക്ഷിതമായിരിക്കും. പേടിക്കുകയേ വേണ്ട കേട്ടോ. ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജല്ലേ പ്രഗ്നൻസിയുടെ. സൂക്ഷിച്ചിരിക്കുക. മാഡം പറയുന്ന മാതിരിയെല്ലാം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. സുഭാഷ്, PCOD ഉള്ളവർ ഗോട്ട് മിൽക്ക് കുടിക്കാമോ? ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ പാല് കുടിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. പാലിന് പകരം അഥവാ കുടിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 40 ml അല്ലെങ്കിൽ ഒരു 50 ml പാല് വേണമെങ്കിൽ നമുക്ക് ചായക്കോ കാപ്പിക്കോ ആയിട്ട് കുടിക്കാം. അതല്ലാതെ പാല് കുടിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. പലരും പല അഭിപ്രായമാണ് പറയണത്. പാല് കുടിക്കുന്നത്, ചിലർ പറയുന്നു പാല് കുടിക്കുന്നത് നല്ലതാണ്, ചിലർ പറയുന്നു നല്ലതല്ലാന്ന്. എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. അപ്പോൾ അത് പശുവിൻ്റെ പാലായാലും ശരി, ആട്ടിൻ്റെ പാലായാലും ശരി, ഏത് പാലായാലും ശരി, അത് അധികം കഴിക്കുന്നത് അത്ര ഒരു നല്ലതൊന്നുമല്ല കേട്ടോ. ജോയ് ഏഞ്ചൽ, മാം പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ ഈ PCO സീരീസ് കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതാണ്. 2-3 വീഡിയോസിലായി നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. ഐ ഹാവ് ബീൻ ഓൺ ട്രീറ്റ്മെൻറ്റ് ഫോർ 7 months. പീരിയഡ്സ് ഹാവ് സ്റ്റോപ്ഡ്. ഐ റിയലി നീഡ് എ ചൈൽഡ്. പ്ലീസ് ടെൽ മീ അബൌട്ട് ദി സിംറ്റംസ് ഓഫ് ബ്ലോക്ക്ഡ് ഫലോപ്പിയൻ ട്യൂബ്. ഇതിനെക്കുറിച്ച് എല്ലാം ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. സിനു PP, മാം 30 yearsആയി കൺസീവ് ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്താൽ ഡോക്ടറെ ചെന്ന് കാണിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കും. ഷിബാബ് സുബീന ഷാഹിബ്, എന്തോ എനിക്ക് നേരെ മനസ്സിലാവുന്നില്ല പേര്. ഹലോ ഡോക്ടർ, 4ാമത്തെ സിസേറിയൻ സേഫ് ആണോ? അതിങ്ങനെ പറയാൻ പറ്റും മോളെ. ഇപ്പോൾ ഓരോ സിസേറിയൻ കഴിയുമ്പോഴും ആ യൂട്രസിൽ ആ സ്കാർ ഉണ്ടല്ലേ, അപ്പോൾ ആ സ്കാർ കഴിഞ്ഞിട്ട് അടുത്ത സിസേറിയൻ കഴിയുമ്പം അതിൻ്റെ തൊട്ടടുത്ത് വേണം നമ്മൾ വീണ്ടും കീറാൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ 4-5 സിസേറിയനൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അപൂർവമായിട്ട് നടക്കാറുള്ളൂ. വളരെ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് സിസേറിയൻ ചെയ്യുമ്പോൾ അത് കാരണം വരാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് പ്രത്യേകമായിട്ട് തന്നെ ഇടാം. പക്ഷേ അപൂർവമായിട്ടെങ്കിലും അതും 4ാമത്തെ സിസേറിയനൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് കേട്ടോ. ഷിജിത, മാം എനിക്ക് ഒരു കുഞ്ഞുണ്ട്, 10 വർഷമായി. എനിക്ക് 2ാമത് ഇതുവരെ പ്രഗ്നൻ്റ് ആയില്ല. ഹസ്ബൻഡ് കൗണ്ട് കുറവാണ്. 3 പ്രാവശ്യം IUI ചെയ്തു മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ. പിന്നെ ഇപ്രാവശ്യം പീരിയഡായി. ഇനി എന്താ മാം ചെയ്യുക? IVF ചെയ്യാൻ കഴിയില്ല. മോൻ ഉണ്ടായത് മെഡിസിൻ കഴിക്കാതെയാണ്. പീരിയഡ് 28 ദിവസം കറക്റ്റാണ്. ഹസ്ബൻഡ് മെഡിസിൻ കഴിക്കുന്നുണ്ട്. 6 മാസമായി. ഏജ് 33. ഹസ്ബൻഡിന് 40 വയസ്സ്. ഹസ്ബൻഡിന് കൗണ്ട് കുറവാണെന്ന് പറയുമ്പോൾ എത്രത്തോളം കുറവാണ് അതൊക്കെ അറിയണമല്ലോ അല്ലേ. 6 മാസമായി എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത്? IUI ചിലപ്പോൾ ഈ 3 പ്രാവശ്യം ചെയ്തുകൊണ്ട് ചിലർക്ക് ആയിക്കൊള്ളുന്നില്ല. കാരണം IUIയുടെ പെർ സൈക്കിൾ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 10 to 20%. ചിലപ്പോൾ ഒരേ പേഷ്യൻ്റ് ഒരു 3-4 പ്രാവശ്യമൊക്കെ IUI ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യുമുലേറ്റീവായിട്ട് നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ സക്സസ് റേറ്റ് കുറച്ച് കൂടാം. അതല്ലാണ്ട് ഒരു 10 to 20% വരെയുള്ളൂ IUIയുടെ സക്സസ് റേറ്റ്. അപ്പോൾ എത്രത്തോളം കുറവുണ്ട് അതനുസരിച്ചിട്ടിരിക്കും നമ്മൾക്ക് IUI മതിയോ ഇല്ല IVF ഒക്കെ വേണ്ടി വരുമോ എന്നത്. ഇനിയിപ്പോൾ IVFനൊന്നും പറ്റില്ല, അതിനുള്ള നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ മോൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞുണ്ടല്ലോ അല്ലേ. അപ്പോൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അല്ലാതെ വർഷങ്ങൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് അയ്യോ ഇനിയൊരു കുഞ്ഞു കൂടി വേണം, ഇനിയൊരു കുഞ്ഞു കൂടിയും വേണം എന്ന് പറഞ്ഞാൽ ആ ടെൻഷനിൽ നമ്മുടെ ഫുൾ ടൈം ആ ടെൻഷനിൽ ഇരിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആ കുഞ്ഞിനെ പോലും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും, നമ്മുടെ ഉള്ള കുഞ്ഞിനെ.
അപ്പം അത് കാരണം നോക്കുക, നിങ്ങൾക്ക് ഉള്ള ആ സാമ്പത്തിക കഴിവ് വെച്ചിട്ട് എത്രത്തോളം ചികിത്സ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഒരു കൗണ്ടൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ IUI വെച്ച് പറ്റുമോ ഇല്ലയോ എന്ന് തന്നെ. കേട്ടല്ലോ? ആ കൗണ്ട് കൂട്ടുവാൻ വേണ്ടി ഭക്ഷണം, അതുപോലെ കുറച്ച് യോഗയുണ്ട്, മരുന്നുകളുണ്ട്, വിറ്റമിൻസ് ഉണ്ട്, ഇതൊക്കെ കഴിക്കട്ടെ. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് വേറെ ഇടാം. സ്പേം കൗണ്ട് മോട്ടിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കേട്ടോ. പിന്നെ മീനു മാം 26 വയസ്സായി, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ്, കുട്ടികളില്ല, PCOD ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, ഇപ്പോൾ നോർമലാണ്, 3 മാസം മുമ്പ് പ്രഗ്നൻ്റായി, അബോർഷനായി, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഓവുലേഷൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. അബോർഷൻ കഴിഞ്ഞ ശേഷം ഇപ്പോഴും വയറുവേദനയാണ്, സ്പീഡിൽ പണി ചെയ്താലും ശരീരം മുളകിയാലും കുളി കഴിഞ്ഞ് വന്നാൽ പോലും വേദനയാണ്. നമ്മളെ അബോർഷൻ കഴിഞ്ഞ് അങ്ങനെയൊന്നും വേദന വരില്ല. നമ്മളൊരു കാര്യം ചെയ്യും, ഇത്രത്തോളമൊക്കെ വേദന ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ ചെന്ന് കാണും. ഡോക്ടർ ആവശ്യത്തിന് പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചികിത്സ ചെയ്യും കേട്ടോ. ഡോക്ടറെ കാണിച്ചു അല്ലേ, സ്കാനിങ് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അബോർഷനായത് എപ്പോഴാണ്? ഈ മാസം പ്രഗ്നൻ്റ് ആകാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് അബോർഷൻ ആയത്? സാധാരണ അബോർഷൻ കഴിഞ്ഞാൽ മിനിമം ഒരു 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുവാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. സീരിജാസ് നെയ്ലോദിൻ മാം, എനിക്ക് മാസം തോറും പീരിയഡ് സൈക്കിൾ കുറഞ്ഞു വരുന്നു. 39, 38, 35, 38 ദിവസം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയായാൽ എന്താണ് കാരണം? ഞങ്ങൾ 3 മാസമായി പ്രഗ്നൻറ്റിന് ട്രൈ ചെയ്യുന്നു, ബട്ട് റിസൾട്ട്സ് നെഗറ്റീവാണ്. ഇങ്ങനെയാവാൻ എന്താണ് കാരണം എന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. മോൾ പോയി ഡോക്ടറെ കാണിക്കൂ, ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ഡോക്ടർ ചെയ്ത് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ശ്യാം സുമി, എനിക്ക് യൂറിൻ പോകുമ്പോൾ അടിവയറിൻ്റെ വലത്തെ സൈഡിൽ വേദന തോന്നാറുണ്ട്. ഞാൻ ഡോക്ടർ പറഞ്ഞു നീർക്കെട്ടിൻ്റെ വേദനയാകുമെന്നാണ്. എന്നോട് ചൂടുവെള്ളം തുണിമുക്കി പിടിക്കുവാനാണ് പറഞ്ഞത്. നീർക്കെട്ടിൻ്റെ വേദന തന്നെയാണോ? എനിക്ക് കുറേ നാളായി തുടങ്ങിയിട്ട്. PCOS ഉള്ളവർ ഫ്ലാക്സ് സീഡ്സ് ഏത് രീതിയിൽ കഴിക്കണം എന്ന് പറഞ്ഞു തരാമോ? ഫ്ലാക്സ് സീഡ്സ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? പ്ലീസ് റിപ്ലൈ ഡോക്ടർ. അപ്പോൾ മോൾക്ക് ഈ യൂറിൻ പോകുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കൂ. സ്കാൻ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റും. ഇനി വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കിഡ്നിക്കും ഈ യൂറിനറി ബ്ലാഡറിനെയും കണക്ട് ചെയ്യുന്ന യൂറീറ്റർ എന്ന് പറഞ്ഞ കുഴലുണ്ട്, അവിടെ എങ്ങാനും ചെറിയ കല്ലുണ്ടെങ്കിലും ഇങ്ങനെ വേദന വരാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. നീർക്കെട്ട് തന്നെ ആണോ ഇല്ല കല്ല് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിച്ചാൽ ശരിയാകാവുന്നതേ ഉള്ളൂ. അതേപോലെ ഫ്ലാക്സ് സീഡ്സിൻ്റെ ഞാൻ കഴിഞ്ഞ ലൈവ് സെഷനിൽ ഉത്തരം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ലൈവ് സെഷൻ മുതൽ ഞാൻ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ആണ് ഉത്തരം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഏത് വിഷയമാണെന്ന് ഉള്ളത് അതുപോലും ഞാൻ എഴുതിയിട്ടാണ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുവാനുള്ളൊരു ക്ഷമ എങ്ങനെ നിങ്ങൾ കാട്ടണ്ടേ അല്ലേ? അപ്പോൾ അതിൽ നോക്കൂ. അതിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഫ്ലാക്സ് സീഡ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കൂ കേട്ടോ. ഫ്ലാക്സ് സീഡ്സിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടാം. പക്ഷേ തൽക്കാലം നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ജിഷ രാജീവ്, ഡോക്ടർ, പീരിയഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് 3 വീക്സായി. ഞാൻ പീരിയഡ്സ് ഉണ്ടാവാൻ വേണ്ടി പ്രൈമലൂട്ടൻ കഴിച്ചു. രാവിലെ 1 രാത്രി 1, അങ്ങനെ 3 ദിവസം കഴിച്ചു. ഇനി എപ്പോൾ പീരിയഡ്സ് ഉണ്ടാകും? അത് ഗുളിക നിർത്തി കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിലേ ഉണ്ടാകുള്ളൂ. ചിലർക്ക് 2ാമത്തെ ദിവസം, ചിലർക്ക് 3, ചിലർക്ക് 5 ദിവസം കഴിഞ്ഞ്. 10 ദിവസത്തിനുള്ളിലും വന്നില്ലെങ്കിൽ പിന്നീട് ഡോക്ടറെ പോയി കാണിക്കുക. രശ്മി യേശു, മാം, എൻ്റെ മാരേജ് കഴിഞ്ഞ് 2 വർഷമായി, 20 വയസ്സേ ഉള്ളൂ. 1 തവണ പ്രഗ്നൻ്റായി അബോർഷനായി. ഗുളിക കഴിച്ചാണ് അബോർട്ട് ചെയ്തത്. 3 മന്ത് ആയപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ 9 മാസം കഴിഞ്ഞു അബോർഷൻ കഴിഞ്ഞിട്ട്. ഹസ്ബൻഡിന് സ്പേം കൗണ്ട് 14 മില്യൺ, മോട്ടിലിറ്റി 2%. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എനി പ്രോബ്ലം മാം? എനിക്ക് എല്ലാം നോർമലാണെന്ന് പറയുന്നു. നമ്മളെ ഹസ്ബൻഡ് സ്പേം കൗണ്ട് മോട്ടിലിറ്റി കുറച്ച് കുറവാണ്, 14 മില്യൺ കുറവാണ്. മോട്ടിലിറ്റി 2% ഉള്ളൂ, അതും കുറവാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കട്ടെ. അതിനൊരു നിശ്ചിത സമയം, ഒരു 5 മാസമോ 6 മാസമോ ട്രീറ്റ്മെൻറ്റ് മരുന്നിൻ്റെ രൂപത്തിലും ബാക്കി കുറച്ച് എക്സസൈസിൻ്റെ കാര്യം, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. അതെല്ലാം എടുക്കട്ടെ. എന്നിട്ടും തീരെ മോട്ടിലിറ്റി കുറവില്ലെങ്കിൽ പിന്നീട് നമ്മൾ IVF അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരാം. ഉടനെ അല്ല, അത് കഴിഞ്ഞ് ചിന്തിക്കേണ്ടി വരാം. ഫാത്തിമ റഷീദ് മുഹമ്മദ്, മാം, വീഡിയോ എല്ലാം മനസ്സിലാവുന്നുണ്ട്, താങ്ക് യു മോളെ. എനിക്ക് PCOS ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 1 വർഷമായി എടുക്കുന്നു. 2 പ്രാവശ്യം പ്രഗ്നൻ്റായി. ഇപ്പോൾ പീരിയഡ്സ് റെഗുലറാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം, എനിക്ക് ഓവുലേഷൻ ഡേറ്റ് ഡോക്ടർ പറഞ്ഞു തരുമ്പോൾ ഹസ്ബൻഡുമായിട്ട് ആ ഡേറ്റിൽ ബന്ധപ്പെടുവാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് മോളെ? അത് പലർക്കും പറ്റുന്നൊരു പ്രശ്നം തന്നെയാണ്. ഹസ്ബൻഡും വൈഫും ബന്ധപ്പെടുക എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സ്നേഹം പ്രകടമാക്കുവാൻ വേണ്ടിയിട്ടുള്ള
ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ഈ ബന്ധപ്പെടുക എന്നുള്ളത് നമ്മൾ ഇന്ന സമയത്ത് ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഇന്ന ദിവസം ബന്ധപ്പെടണം എന്ന് ആരെങ്കിലും പറഞ്ഞു തന്ന് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിലുള്ള ആ ഒരു സുഖവും അതിലുള്ള ആ ഒരു ഇതൊക്കെ ഇങ്ങ് പോകും അല്ലേ. അപ്പോൾ അതൊരു ചടങ്ങ് കഴിക്കുന്ന മാതിരി നമ്മളൊരു ടെൻഷനോടെ നമ്മൾക്ക് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ, അതും പ്രത്യേകിച്ച് അയ്യോ ഇനി പ്രഗ്നൻ്റ് ആകുമോ, ആകില്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്രാവശ്യം, അങ്ങനെയൊക്കെയുള്ളത് വരുമ്പോൾ നമുക്ക് ഈ ബന്ധപ്പെടുവാനുള്ള ആ ഒരു മൂഡ് തന്നെ ഉണ്ടാവില്ല. ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, മോൾ ഈ ഡോക്ടർ പറഞ്ഞു ഇന്ന ദിവസം ബന്ധപ്പെടണം, ഇന്ന ദിവസം ബന്ധപ്പെടണം എന്ന്, അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് വിട്ടിട്ട് മോൾ സമാധാനമായിട്ട് റിലാക്സ് ചെയ്യാൻ നോക്കൂ. ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന കാര്യമാണ് കുഞ്ഞെ. അപ്പം മോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞെങ്കിൽ പോലും ഡോക്ടർ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം അങ്ങ് മറക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബന്ധപ്പെടുന്നത് നല്ലതാണ്, നമ്മൾക്കത് ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് തന്നെ മനസ്സിനോട് പറഞ്ഞ് ഒന്ന് ആ ഒരു മൂഡിലൊക്കെ ആയതിനു ശേഷം ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടായേക്കാം, ബന്ധപ്പെടാൻ പറ്റിയേക്കാം. ലാബി ലൂബ്, മാം എൻ്റെ മാരേജ് കഴിഞ്ഞു 8 വർഷമായി, 4 പ്രാവശ്യം വിശേഷമായി 3 പ്രാവശ്യം അബോർഷനായി, പിന്നെ ഒന്നിന് വളർച്ചക്കുറവാണെന്ന് പറഞ്ഞു, മരുന്ന് വെച്ച് കളഞ്ഞു. ഫൈനലിൽ ഡോക്ടർ കണ്ടെത്തി ഹസ്ബൻഡിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. 15 വർഷമായി വേരിക്കോസ് വെയിൻ ഉണ്ട്, അത് ഭാഗത്ത് വെരിക്കോസീലുണ്ട്, അത് ആ ഭാഗത്ത് ബാധിച്ച് ബ്ലോക്ക് ചെയ്ത് അതുകൊണ്ടാണ് എല്ലാ അബോർഷനും ആവുന്നതെന്ന്. സ്പേം ചലനം കുറഞ്ഞത് യൂട്രസിൽ എത്തുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഹസ്ബൻഡിന് സർജറി വേണം എന്നൊക്കെ പറയുന്നു. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ വേരിക്കോസീലിന് തന്നെ പല ഡിഗ്രി ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ ഉണ്ട്. ഏത് തരത്തിലുള്ളതാണ് അതൊക്കെ അറിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ വെരിക്കോസിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്പേമിൻ്റെ ചലനശേഷിയൊക്കെ കുറയാം. അപ്പോൾ ചലനശേഷിയുള്ള കുറഞ്ഞ സ്പേം ഉണ്ടെങ്കിൽ ഗർഭിണി ആവാൻ ബുദ്ധിമുട്ട്. എന്നാൽ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ അബോർഷൻ ഉണ്ടാകാൻ അത് എത്രത്തോളം കാരണമാകുമെന്ന് എനിക്ക് പറയുവാൻ പറ്റില്ല, അറിയില്ല. ഇനി വേറെ ഏതെങ്കിലും കാരണമുണ്ടോ നമുക്ക് പറയുവാൻ പറ്റില്ല. എന്തായാലും ഡോക്ടർ അതിന് സർജറി വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടല്ലോ. അല്ലെങ്കിൽ അത് ഈ വെരിക്കോസിൽ കൂടി വരികയുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടും ശരിയാകും, ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആവുന്നു ഒരാൾക്കും ഉറപ്പ് തരാനൊന്നും പറ്റില്ല കേട്ടോ. ഒരുപാട് പേർക്ക് ഗുണം കിട്ടാറുണ്ട്, എന്നാൽ ചിലർക്ക് പ്രത്യേകിച്ച് ഗുണം കിട്ടാറുമില്ല. പൊന്നു പ്രദീപ്, ഫേഷ്യൽ ഗ്രോത്ത് വല്ലാണ്ട് മാനസികമായി വിഷമത്തിലാണ്, ഡോക്ടർ തളർത്തുന്നു, എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരാമോ? ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം മോളെ. ഇനിയിപ്പോൾ ഒരു 1-2 വീഡിയോസ് PCOSൻ്റെ കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഫേഷ്യൽ ഹെയറും മറ്റേ ബോഡി ഹെയറൊക്കെ വരുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെക്ക് ഞാൻ കടക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഞാനിവിടെ ഇത് മെൻഷൻ ചെയ്തത് മോളൊന്ന് സമാധാനമായി ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്. മോൾ മാത്രമല്ല, ഇതുപോലെ ഈ ഫേഷ്യൽ ഹെയർ കൂടുതലുള്ളത് കാരണം മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും യുവതികളും ഒക്കെ, അവർക്കാണ് കൂടുതലായിട്ട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുക. എല്ലാവരും സമാധാനമായിരിക്കുക. നമ്മൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ നന്നായി കുറഞ്ഞാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുവരെ നമുക്ക് ആ ഹെയർ ഗ്രോത്ത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ആലിയ സാജദ്, മാം എനിക്ക് PCOD ഉണ്ട്, ഇൻസുലിൻ നോർമലാണ്, ഡോക്ടർ ടാബ്ലറ്റ് ഒന്നും തന്നില്ല, എനിക്ക് ആൻറ്റിസ്പേം ആൻറ്റിബോഡി ഉണ്ട്, മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞ് കുട്ടികളായില്ല, ഉടനെ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻറ്റിസ്പേം ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ മോളൊന്ന് ഡോക്ടറെ ചെന്ന് കാണും, ഗൈനക്കോളജിസ്റ്റിനെ കാണും, അവർ വേണ്ട മരുന്നുകൾ തരും. അതിനുശേഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി സക്സസ്സിനുള്ള സാധ്യതയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അബ്ദുള്ള അബ്ദു, ഹേയ് മാം, ഞാൻ ഫാസി, എനിക്ക് കുറേ വർഷമായി വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്, കുറേ കാലം മരുന്നൊക്കെ കഴിച്ചു, മടുത്തു മാം, ഇപ്പോഴും മാറിയിട്ടില്ല, ഞാൻ ഒരുപാട് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, 35 കിലോയേ ഉള്ളൂ, 27 വയസ്സ്, എനിക്ക് 2 കുട്ടികളുണ്ട്, ചൊറിച്ചലോ വയറ്റിൽ വേദനയോ ഒന്നും തന്നെ ഇല്ല, മഞ്ഞ നിറവും പിന്നെ അടിവസ്ത്രത്തിൽ അരിപ്പൊടി പോലെയൊക്കെയാണ് കാണുന്നത്, ഇത് കാരണം മാനസികമായി ഒരുപാട് വിഷമത്തിലാണ് മാം, ലൈവിൽ വരുന്ന സമയത്ത് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല, ഇതിന് മാം എന്തായാലും ഒരു റിപ്ലൈ തരണേ, ഇത് കാരണം ആകെ ടെൻഷൻ ആയിട്ടാണ് ഞാനിരിക്കുന്നത്. മോളെ, ഈ വെള്ളപോക്കെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചൊറിച്ചൽ, ദുർഗന്ധം, നിറവ്യത്യാസം, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അണുബാധയായിരിക്കാം, അത് ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോൾക്കിപ്പം ഈ നിറവ്യത്യാസം മഞ്ഞ നിറത്തിലാണ് കാണുന്നത്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ടാവില്ലായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിനും കൂടെ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരാം. ഹസ്ബൻഡിൻ്റെ വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ചികിത്സിച്ച് കഴിഞ്ഞാലും വീണ്ടും ബന്ധപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ ഇൻഫെക്ഷൻ നമ്മളിലേക്കും തിരിച്ചു വരാം. അപ്പോൾ മോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്, ഫുള്ളായി ട്രീറ്റ്മെൻറ്റ് കുറേ എടുത്തു എന്ന് പറഞ്ഞു, പക്ഷേ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. മോൾ അടുത്തെവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തൃശ്ശൂരിൻ്റെ അടുത്തോ അങ്ങനെയെങ്കിലും ആണ്, ഒരു ദിവസം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നാലൊന്ന് നോക്കാമായിരുന്നു.
മനസ്സിലായില്ലേ? ട്രീറ്റ്മെൻറ്റ് ആ ഡീറ്റെയിൽസൊക്കെ കൊണ്ടുവന്നാൽ ഒന്ന് നോക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയ്ക്കൊന്നും നിരാശപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇതൊക്കെ ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ പൊതുവായിട്ടുള്ള ആരോഗ്യം മോളുടെ ഒരുപാട് കുറവാണ്. പൊതുവായിട്ട് നമുക്ക് അനാരോഗ്യമുള്ളപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. യോനി ഭാഗത്ത് ഇൻഫെക്ഷനും അതിൽ പെടുന്നതാണ്. അപ്പോൾ പൊതുവായിട്ടുള്ള ആരോഗ്യം നന്നാക്കാണ്ട് നമ്മൾ ഈ ഇൻഫെക്ഷൻ മാത്രം ശരിയാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഈ വജൈനൽ ഇൻഫെക്ഷൻ പലതരത്തിൽ, ഈ ഫംഗസ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വേറെ ട്രൈക്കോമോണിയാസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോസ് ഞാൻ വിശദമായിട്ട് വേറെ ഇടാം. ഇംഗ്ലീഷിൽ ഞാൻ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മലയാളത്തിൽ ഞാൻ ഇതൊക്കെ ഒന്ന് പീസസൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇടാം കേട്ടോ. ജിൻഷ ജേക്കബ്, ഹേ മാം, ക്യാൻ ഐ യൂസ് ആപ്പിൾ സിഡർ വിനീഗർ ഫോർ ഹെയർ? ഡസ് ഇറ്റ് ഡിക്രീസ് ഹെയർ ലോസ്? പ്ലീസ് റിപ്ലൈ. സിവിയർ ഹെയർ ലോസ്. ഈ ആപ്പിൾ സിഡർ വിനീഗർ ഈ ഹെയർ ലോസിന് നല്ലതാണ്, നമ്മൾക്ക് ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നു. അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഞാനത് വ്യക്തിപരമായി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്, തെറ്റില്ലാതായിരിക്കും, എനിക്കറിയില്ല അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഹെയർ ഗ്രോത്തിന് ഉതകുന്ന വേറെ കുറച്ച് എണ്ണകളും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായ വീഡിയോ തന്നെ ഇടാം. എങ്ങനെയാണ് ആ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യണത്, അതിൻ്റെ മെത്തേഡ്, വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഈ ഹോർമോൺ അപാകതകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാണ്ട് നമ്മൾ വേറെ എന്തൊക്കെ എണ്ണ തേച്ച് പറഞ്ഞാലും ഹോർമോൺ അപാകതകൾ അടിസ്ഥാനപരമായി അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് മാറാണ്ട് എങ്ങനെ ശരിയാകും അല്ലേ? അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശരിയാക്കുക. വിറ്റാമിനുകളൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ മരുന്നുകളായിട്ട് കഴിക്കുക. സുഹൈൽ, ഹേ മാം, GRA 10.4 × 10/L എന്ന് കാണിക്കുന്നു. ഇത് കൂടുതലാണോ? ഇതെന്താണ് മീൻ ചെയ്യുന്നത് മാഡം? എനിക്കും സത്യമായിട്ട് അറിയില്ല ഇതെന്താ സംഭവിക്കുക, ഇതെന്താ സംഭവം, ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്കും സത്യത്തിൽ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രം അറിയില്ല കേട്ടോ. സോറി. റെൻസി, AMHനെ പറ്റി ഒരു വീഡിയോ ഇടുമോ മാം? തീർച്ചയായിട്ടും ഇടാം. AMHനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം വേണ്ടി എനിക്ക്, ആകെ മൊത്തം ഇപ്പോൾ ഒരു തിരക്കുള്ള ഒരു സമയമാണ്. അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടാം. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരാളും ചോദിച്ചിട്ടുണ്ട്, ജസീം, PCOD ഉണ്ട്, ടു മച്ച് ഹെയർ ഫോൾ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ച് മുമ്പ് മറുപടി കൊടുത്തോളൂ, അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. ആശ PK, ഹേ ഡോക്ടർ, ബിഫോർ പ്രഗ്നൻസി പ്രിപ്പറേഷൻ ആൻഡ് ഡയറ്റ് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. പ്രീ പ്രഗ്നൻസി ഡയറ്റ് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോൾ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോളിക് ആസിഡ് കഴിക്കുക എന്നുള്ളത് അതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ. തൈറോയിഡിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വിശദമായിട്ടിട്ട് വളരെ കുറച്ച് പേരെ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. എത്ര വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുള്ളത്, അതാരെങ്കിലും പോയി കണ്ടോ? കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അതൊന്ന് കാണും. അത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാകും. റോഷൻ ഫിലിപ്പ് മാത്യു, ഈ ലക്ഷണങ്ങൾ എല്ലാം എനിക്കുണ്ട്. ഈ PCOSൻ്റെ ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ കുട്ടി പറയുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് 3 മക്കളെ തന്നു. താങ്ക്സ് ടു ഗോഡ്. വളരെ സന്തോഷം മോളെ, 3 കുട്ടികളുണ്ടല്ലോ, വളരെ നല്ലൊരു കാര്യം, വളരെ സന്തോഷം. എന്നാൽ മോൾ ഈ ലക്ഷണങ്ങളുടെ വീഡിയോ കഴിഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു, ഈ PCOSൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ മോൾ PCOS നല്ല കൺട്രോൾ ചെയ്ത് വെക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത് കാരണം കോംപ്ലിക്കേഷൻസ് എപ്പോൾ വേണമെങ്കിലും തലപൊക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഡയറ്റ്, എക്സസൈസ്, ജീവിതശൈലിയുള്ള മാറ്റങ്ങൾ, ആവശ്യമുള്ള വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ വിറ്റാമിൻസ് ഇതൊക്കെ കഴിച്ച് എപ്പോഴും കൺട്രോളിലായിട്ട് ഇരിക്കുക. കേട്ടല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആൻസർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്, പക്ഷേ ചെയ്യാതെ ഞാൻ വിട്ടുപോയ ക്വസ്റ്റ്യൻസ്. ബാക്കി പിന്നീടാവാം കേട്ടോ. കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്ന് ആകെ ക്ഷീണത്തിലാണ്. പിന്നെ ഒരുപാട് നാളെ ഇതൊക്കെ ആൻസർ ചെയ്യാതെ, അത് കാരണം നിങ്ങളെല്ലാം കാത്തിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അതിന് ഞാൻ ഉത്തരം തരില്ല. ഉദാഹരണം, കഴിഞ്ഞ ലൈവ് സെഷനിൽ ഞാൻ PCOS, PCO, PCOD ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു, വ്യത്യാസം എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ താഴെ തന്നെ ആരോ ചോദിച്ചിട്ടുണ്ട്, PCODയും PCOSും തമ്മിൽ എന്താ വ്യത്യാസം ഡോക്ടറേന്ന്. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാണ് ആ കുട്ടി ആ വീഡിയോ കണ്ടിട്ടേ ഇല്ലയെന്ന് അല്ലേ. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ഈ ലൈവ് സെഷനിൽ ഉണ്ടാകുക എന്ന് അറിയുവാൻ ഒരു അറിയാത്ത ഒരു ആശയക്കുഴപ്പം വേണ്ട എന്ന് കരുതിയാണ് ഞാൻ അതിൻ്റെ അടിയിൽ മെനക്കെട്ട് അതിൽ ഇതിനെക്കുറിച്ച് ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടോ ആ ചോദ്യങ്ങളെല്ലാം ഞാനവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാനുള്ള ക്ഷമ നിങ്ങൾ കാട്ടണ്ടേ? വീണ്ടും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരുവാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ. എല്ലാവരും സമാധാനമായും സന്തോഷത്തോടെയും അതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെയും ഉറങ്ങുവാൻ പോവുക. മറ്റന്നാൾ പറ്റിയാൽ ലൈവിൽ വരാം, അതല്ലെങ്കിൽ ചൊവ്വാഴ്ച വരാം.
വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.